നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കളിയാക്കി ചിരിക്കുന്നതാണോ ചോദിച്ചാലല്ല. ഇനി തലക്ക് സുഖമില്ലാത്തവർ ചിരിക്കുന്നത് ചിരിയാണോ? അതുമല്ല. വിവേചിച്ചറിയാൻ കഴിയാത്ത എന്തോ ഒരു ഭാവമാണ് ആ ചിരിയിലുള്ളത്. അവളുടെ സമാധാനം കളയുന്ന സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന എന്തോ ഒരു ഭാവം. നീങ്ങ വന്നിട്ടിങ്ങളാ അമ്മ? അവൻ ചിരിയോട് അവൾ നോയി പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു. അവൻ തന്റെ നേരെ വരുന്ന കണ്ടതും അവൾ പുറകിലേക്ക് ചുവടുവെച്ചു പോയി. ഇയാളോട് ആരാ കുഞ്ഞിനെടുക്കാൻ പറഞ്ഞു? അവൾ തനിക്കുമ്പിൽ ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി ഉള്ളിലെ ഭയവും പരിഭ്രമവും മറച്ചുകൊണ്ട് ചോദിച്ചു. അവനതിന് മറുപടി പറയാതെ അവൾ നോക്കി ചിരിച്ചു. ആ ചിരിയിലേക്ക് നോക്കുന്തോറും അവൾക്കുള്ളിലെ ഭയം അധികരിച്ചു. ഇന്ദ്രേട്ടൻ എവിടെ? അവളൊന്നും മിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അവൻ അതേ ചിരിയോടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി. അത് കാണാൻ കാത്തുന്ന പോലെ അവൾ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്ത് ചെറുതായി കോടയിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറിയ കുളിർ ശരീരത്തെ തഴുകി തലോടി കടന്നു പോകുന്നുണ്ട്. ഞാൻ വൈകിട്ട് അവിടേക്ക് ഇറങ്ങാം. ആമാരുടെ സൂക്കേടത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ. വീടിന്റെ വലതുവശം ചേർന്നുള്ള ഒരു ഇലഞ്ഞി മരച്ചോട്ടിൽ നിന്ന് ആരോടോ കാര്യമായി സംസാരിക്കുന്നവനെ കണ്ടതും ആൾക്കുള്ളിൽ എന്തെന്നില്ലാത്ത ആശ്വാസം വന്ന് നിറഞ്ഞു. കുഞ്ഞിനെയും പിടിച്ച് അവനരികിലേക്ക് നടന്നെടുക്കുന്നവളെ കണ്ടതും അവനോട് സംസാരിച്ചിരുന്ന ആളവനെ നോക്കി പുറകിലേക്ക് കണ്ണു കാണിച്ചു. ഇന്ദ്രൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തനിക്കരികിലേക്ക് മടിയോടെ നടന്നെടുക്കുന്നവളെയാണ്. അവൻ അവളെ നോക്കിക്കൊണ്ട് വീണ്ടും അയാൾക്ക് നേരെ തിരിഞ്ഞ് തന്റെ സംസാരം തുടർന്നു. അപ്പൊ താൻ വിട്ടോ, ഞാൻ വൈകിട്ട് ഒരു 6:30 അടുപ്പിച്ച് അങ്ങ് എത്തിയേക്കാം. അവനോട് തിരുന്ന കാവിമുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. അയാൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. അയാളെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞവൻ കാണുന്നത് അവിടെ പരിങ്ങി നിൽക്കുന്നവളെയാണ്. ഇതെന്താ സംഭവം? അവൻ സ്വയം ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. എന്താ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ തനിക്കുമ്പിൽ നിന്ന് പരിങ്ങി കളിക്കുന്നവളെ നോക്കി ചോദിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. കുഞ്ഞിനെന്തിനാ അയാളെ ഏൽപ്പിച്ച്? എന്താ? അവൻ അവൾ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുഞ്ഞിനെ ഇന്ദ്രേട്ടനെ. അവൾ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുന്നേ പുറകിൽ നിന്ന് വേറൊരു ശബ്ദം ഉയർന്നു കേട്ടു. ഞാനും കുളന്തിയാങ്കി വിളയാടിയിട്ടുണ്ട് തമ്പുരാ. இந்த അമ്മ அதை பார்த்து பயந்துட்டாங்க. അവൾക്ക് പുറകിൽ വന്നിരുന്നുണ്ടാവൻ പറഞ്ഞു. പെട്ടെന്ന് എന്റെ തൊട്ട് പുറകിലായി കേട്ട അവന്റെ ശബ്ദത്തിൽ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് നേരത്തെ ചിരിച്ച അതേ ചിരിയോടെ തന്നെ നോക്കുന്നവനെയാണ്. നീ എന്തിനാണ് ഇവനെ കാണുമ്പോ ഇങ്ങനെ ഞെട്ടുന്നത്? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ അവളുടെ ഒരു ഞെട്ടല്. ഇന്നലെ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി പറഞ്ഞു. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത പരിഭവം തോന്നി. അവൾ അവനോടൊന്നും പറയാതെ കുഞ്ഞിനെയും കൊണ്ട് വീടിനകത്തേക്ക് കയറി. അമ്മാവക്ക് കോപം വന്നിരിച്ചെന്ന് തോന്നുന്നു. ചിന്നനകത്തേക്ക് പോയവളെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ അതിനൊന്ന് ഇരുത്തുമൂളി. ശേഷം അവനോട് ചോദിച്ചു. നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ? ഇല്ലംബ്ര. അവൻ തലയുറിഞ്ഞോണ്ട് പറഞ്ഞു. പിന്നെ നീ ഇവിടെ എന്ത് കോപ്പം കേൾക്കാ? പോയി പറഞ്ഞ കാര്യം ചെയ്യടാ പുല്ലേ. അവന് ശബ്ദം ഉയർത്തിയതും അവൻ പുറത്തേക്ക് പാഞ്ഞിരുന്നു. അവനെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അകത്തേക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാലെന്താ സിംഹത്തിന്? അവന് മുന്നേ എന്നെ ചാടിക്കടിക്കാൻ വരിക? അതെങ്ങനെയാ? അങ്ങനെ ശീലം പണ്ടേ ഇല്ലല്ലോ. കാര്യം എന്താണെന്ന് അറിയണതിന് മുന്നേ എന്നോട് ചാടിക്കടിച്ചാലേ ശീലം. കുഞ്ഞിനെന്തെങ്കിലും പറ്റിയെന്ന് നീ കാണായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ട് അവളിരുന്ന സോസ് പാനിൽ അരപ്പാത്രം വെള്ളമെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചുകൊണ്ട് കത്തിച്ചു. തീ കത്തുന്ന കണ്ടും അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് കുഞ്ഞു പറഞ്ഞു. ബോ. അവളാന്നും ശ്രദ്ധിക്കാതെ ഇന്ദ്രന്റെ ഓരോ കുറ്റങ്ങൾ പറയും തിരക്കിലാണ്. എന്നോടാണ് ചോദിച്ചാൽ എന്താ കാര്യമെന്ന്? എന്നിട്ടായിക്കൂടി കുറ്റം പറച്ചില്? അവൾ കെറിവോടെ പിറിവിരുത്തോണ്ട് അവിടുത്തെ ഷെൽഫിൽ നിന്ന് പഞ്ചസാര പാത്രം തപ്പിയെടുത്ത് അതിൽ നിന്ന് അല്പം പഞ്ചസാര എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. മേ. അവളുടെ ഒക്കത്തിരുന്ന കുഞ്ഞാളുടെ കവളിൽ കൈവച്ച് വിളിച്ചു. അവൾ കേൾക്കുന്നില്ലെന്ന് കണ്ടതും ഒറ്റയടിയായിരുന്നു മുഖത്തേക്ക്. എന്നിട്ട് ഒന്നുകൂടെ വിളിച്ചു. മേ. എന്റെ കുഞ്ഞി, നീയും തുടങ്ങിയ അക്രമം. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പോയി ചോദിച്ചു. മേ. ഓ. അവൾ താളത്തിൽ വിളി കേട്ടു. ബോ. തീയിലേക്ക് വിരൽ ചൂണ്ടി കുഞ്ഞവളോട് പറഞ്ഞു. ആ ബോ. അവള് സമ്മതിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞോണിക്ക് വിശക്കുണ്ടോ? ഞാൻ പാപ്പം തരട്ടെ മുത്തുവിന്. അവളവിടെ അടുക്കളയുടെ ഒരു മൂലയിലായി കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഞാലിപ്പൂവിന്റെ കുലയിൽ നിന്ന് ഒരു പഴം വലിച്ചെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു. അവിടെ ആൾ ആ നീണ്ടു കിടക്കുന്ന കുലയിലേക്ക് നോയിക്കൊണ്ട് അവൾ പറിച്ച പോലെ ഒരു പഴം അതിൽ നിന്ന് പറിച്ചെടുക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അടുത്ത അംഗത്തിലുള്ള ആദ്യപടിയാണെന്ന് മനസ്സിലാക്കിയ നീലി വേഗം അവളെയും കൊണ്ട് അവിടുന്ന് മാറിയിരുന്നു. മേ. അവൾ അവിടുന്ന് മാറിയതും ആദ്യത്തെ അപായമണി മുഴക്കിക്കഴിഞ്ഞിരുന്നു കുഞ്ഞുമണി. ഓ. അവൾ കുഞ്ഞിനെ ഒന്നുകൂടെ ഒക്കത്തേക്ക് കയറ്റിയിട്ടുകൊണ്ട് വിളികേട്ടതും അത് ഇഷ്ടപ്പെട്ട പോലെ ഒന്ന് ചിരിച്ചു കുഞ്ഞി. സ്റ്റൗവിൽ വെച്ച് വെള്ളം തിളച്ചവും അതിലേക്ക് അല്പം ചായപ്പൊടി ഇട്ട് ശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് അതൊരു വലിയ കപ്പിലേക്ക് പറഞ്ഞ ശേഷം അതും എടുത്ത് ഹാളിലേക്ക് നടന്നു. ഹാളിലെത്തി അവളുടെ കണ്ണുകൾ ചുറ്റും അവനായൊന്ന് തിരഞ്ഞു. അവനവിടെയെങ്കിലും കാണാതായതും കുഞ്ഞിനെ ടേബിളിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് ഒരു കസേര വലിച്ചിട്ട് അവളിരുന്നു. നമുക്ക് പാപ്പം തിന്നാം. ആൾ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ട് കയ്യിലെ പഴം തോലിയുരിഞ്ഞ് അതിൽ നിന്ന് അല്പം കിള്ളിയെടുത്ത് കൈ കൊണ്ടുടച്ച് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. വായിലേക്ക് വെക്കേണ്ട താമസം അത് വേഗം നുണഞ്ഞെടുത്ത് കുഞ്ഞിപ്പാറു. എന്റെ കുഞ്ഞെ പയ്യെ കഴിക്കുന്നേ, ഇതാരും കൊണ്ടോയില്ലടി. ധൃതി പിടിച്ചുള്ള അവളുടെ കഴിപ്പ് കണ്ടതും നീലി കുഞ്ഞിനോടായി പറഞ്ഞുകൊണ്ട് ഇത്തിരി കൂടി ആ വായിലേക്ക് വെച്ചു കൊടുത്തു. മേ. ഓയ് ബോ.
ആൾ അവിടെ ഇരുന്ന ചായയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. അത് കൊള്ളില്ല, ചീത്തയാ. നീല അവിടെ ഇരുന്ന ചായക്കപ്പ് അവൾക്കരികിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നോട്ടം പോയി നീലയുടെ മുഖത്തേക്കാണ്. എന്തേ? ആ ഉണ്ട കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ടതും ആൾ ചോദിച്ചുകൊണ്ട് വീണ്ടും ആ കുഞ്ഞു വായിലേക്ക് പഴം വെച്ചു കൊടുത്തു. ചായയോ ചോദിച്ചുകൊണ്ട് ഇന്ദ്ര അവിടെ ഗോവണി ഇറങ്ങി വന്നു. അതുവരെ തെളിഞ്ഞുന്നവരുടെ മുഖത്ത് കാർമേഘം വന്ന് മൂടിയത് പെട്ടെന്നായിരുന്നു. അവൻ പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് അവരുടെ ടേബിളിൽ ഇരുന്ന് ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് അതിലേക്ക് അല്പം ചായ പകർന്നെടുത്തു. ഞാൻ അല്പം കഴിഞ്ഞൊന്ന് പുറത്തേക്ക് പോകും, വരാൻ വൈകിന്ന് വരും, പേടിക്കണ്ട. ചിന്നനുണ്ടാവും പുറത്ത്, കഴിവത് ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. ചായ കുടിക്കുന്നിടയിൽ അവൻ അലസമായി അവളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ തനിച്ചാവില്ലേ? അവൾ ഒട്ടും അമാദിക്കാതെ ചോദിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞത്, ചിന്നന് പുറത്തുണ്ടാവുമെന്ന്. അവൻ പറഞ്ഞുകൊണ്ട് ചായ ഒരു ഇറക്ക് കുടിച്ചു. അതുകൂടി കേട്ടതും അവൾക്കാകെ പിടിവിട്ടു. ഓ, ഇങ്ങനെ തനിച്ചാക്കി പോകാനാണെങ്കിൽ എന്തിനാ ഞങ്ങൾ കൂടെ കൂട്ടിയത്? ഞങ്ങൾ തറവാട്ടിൽ നിന്നേനല്ലോ. ആൾ അവനെ നോക്കാതെ ഉള്ളിലെ പരിഭവവും ദേഷ്യം അടക്കാനാവാതെ ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം അവൻ ചായ കൂടി നിർത്തി അവളെ മുഖം ചുളിച്ച് നോക്കി. ഇന്ന് മുഴുവൻ തന്നെ ഞെട്ടിക്കുകയാണ് പെണ്ണ്. ഇതുവരെ അവളിൽ കാണാത്ത പല ഭാവങ്ങളും ഇതിനോടകം അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ പോകേണ്ടായിരുന്നു, നീ പോയാൽ ശരിയാവോ? ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നതിന്റെ പ്രശ്നം തീർക്കാനാ? അവൻ അവിടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിലൊന്ന് പതിരെങ്കിലും പറഞ്ഞു. നാളെ പോവാലോ? ആൾ അവനെ നോക്കാതെ ചോദിച്ചു. അവന്റെ കണ്ണൊന്ന് വിഴിഞ്ഞു. നിനക്കിതെന്താടി കോപ്പേ? വന്നപ്പോ തൊട്ട് തുടങ്ങിയത് അവിടെ? അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അവളൊന്നും പറയാ കുഞ്ഞിനെ എടുത്ത് മുകളിലേക്കുള്ള പടികൾ ലക്ഷ്യമാക്കി നടന്നിരുന്നു. എന്തിനാ എന്നെങ്ങനെ തൊട്ടേനും പിടിച്ചിനൊക്കെ വഴക്ക് പറയുന്നേ? അവളുടെ മനസ്സവനോട് പരിഭവിച്ചു. അവൾക്ക് ഇതിനോ സങ്കടം തോന്നി. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? അവളുടെ പെട്ടെന്നുള്ള ആ ഒന്നും മിണ്ടാതെയുള്ള പോക്കേണ്ടതും അവൻ സ്വയം ചോദിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. ഓ പുല്ല്, ഏത് നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അവൻ പള്ളിയരിച്ച് പറഞ്ഞുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി. നീങ്ക പോകെ പോറിങ്ങളാ നമ്പ്രാ? പുറത്തേക്ക് ഞാൻ ചിന്നൻ അവൻ നോക്കി ചോദിച്ചു. അല്ലേടാ, വരാൻ പോകുന്നു. ഇന്ദ്ര അവനോട് ചാടിക്കടിച്ചുകൊണ്ട് മുണ്ട് മടക്കി കുത്തി കാറിനടുത്തേക്ക് നടന്നു. പിന്നെ ഇരിക്കപ്പുറത്ത് കിട്ടാത്തവനെ പോലെ തിരികെ വീടിനകത്തേക്ക് തന്നെ നടന്നു കയറി. അവളുടെ ഒടുക്കത്തെ ഒരു മുഖം വീർപ്പിക്കല്. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ പള്ളിയടിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി സമയം 11 കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് കേൾക്കുന്ന നിർത്താതെയുള്ള ഫോൺ ശബ്ദം പോലീസ് ക്വാർട്ടേഴ്സിനകത്ത് സുഖനിദ്രയിലായിരുന്ന ദാമോദരന്റെ കാതുകളെ അലോസരപ്പെടുത്തിക്കൊണ്ട് മുഴങ്ങിക്കേട്ടതും അയാൾ മുഖം ചുളിച്ചുകൊണ്ട് തന്റെ കണ്ണുകൾ തുറന്നു. ഏത് നാറിയാടത്? അയാൾ അഴിഞ്ഞുപോയ മുണ്ടും കൂട്ടി പിടിച്ച് കിടക്കയിൽ എഴുന്നേറ്റുകൊണ്ട് അലറി. അയാളുടെ അലറിലൊന്നും പുറത്തുനിന്നവന് ഏശിയില്ല. അവൻ നേരത്തേക്കാൾ ഉച്ചത്തിൽ ഹോൺ മുഴക്കി അയാളെ കൂടുതൽ ഭ്രാന്തി പിടിപ്പിച്ചു. ഏതും ഓനാളാവ്! അയാൾ അഴിഞ്ഞുപോയ മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് വാതിൽ വലിച്ചുറന്ന് പുറത്തേക്ക് കാറെടുത്ത് വെച്ചതും ക്വാർട്ടേഴ്സിന്റെ മുറ്റത്ത് അയാൾക്കെതിരെ നിർത്തിയിട്ടിരിക്കുന്ന താറിൽ അയാളെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും ദാമോദരന്റെ ഉള്ളൊന്ന് കാളി. അയാൾ വായിൽ വന്ന തെറി ഉമിനീരിനൊപ്പം കീഴ്പോട്ട് ഇറക്കിക്കൊണ്ട് അവനെ നോക്കി അങ്ങനെ നിന്നുപോയി. മേഘൻ തനിക്ക് മുമ്പിൽ നിന്ന് വിറക്കുന്നവനെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി. അവന്റെ ആ കൊത്തിപ്പറിഞ്ഞ നോട്ടവും കനത്ത മുഖഭാവവും ഇന്ന് സ്റ്റേഷനിൽ വെച്ച് ചേർന്ന സംഭവവികാസങ്ങളുടെ തുടർപ്പതിപ്പാണെന്ന് ഓർത്തും അയാൾ കൂടുതൽ വിയർത്തു. അവൻ അയാളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ശേഷം വായിലെ മുറുക്കാൻ ആ മുറ്റത്തേക്ക് ഒന്ന് നീട്ടി തുപ്പിക്കൊണ്ട് മുണ്ടും മടക്കി കുത്തി കൈകളൊന്ന് സ്ട്രെച്ച് ചെയ്ത് അയാൾക്ക് മുന്നിലേക്ക് നടന്നെടുത്തു. അവന്റെ വരവേണ്ടതും അയാൾ അറിയാതെ ഒരടി പുറകിലേക്ക് വെച്ചുപോയിരുന്നു. ചെറിയമ്പുരാനെ, ഞാൻ ആളറിയാതെ. അയാൾ തന്നെ നേർക്ക് വരുന്നവരെ നോക്കി പറയാൻ ശ്രമിച്ചു. അയാളെ പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാതെ അവൻ ശബ്ദം പുറത്തേക്ക് വരുതെന്ന് പറയും പോലെ ചൂണ്ടുവിരൽ ചുണ്ടിൽ മുട്ടിച്ച് അയാളോട് മിണ്ടരുതെന്ന് ഉത്തരവിട്ടു. അത് കണ്ടതും അയാൾ പറയാമെന്ന് പാതിൽ നിർത്തിക്കൊണ്ട് അവനെ ഭീതിയോടെ നോക്കി നിന്നു. നിന്റെ വാർത്താനൊക്കെ ഞാൻ വ്യക്തമായി കേട്ടതാ. ഇനി ഞാൻ ചിലത് പറയാം, നീ കേൾക്ക്. അവൻ പറഞ്ഞുകൊണ്ട് അയാൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അയാളുടെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചിരുന്നു. അയാളുടെ ഉറക്കെയുള്ള ആ നിലവിളിക്ക് തടയിട്ടുകൊണ്ട് അവന്റെ കൈകൾ അവിടെ വായ പൊത്തിപ്പിടിച്ചു. ശേഷം അയാളുടെ തിരിച്ചൊടിച്ച കൈകൾ ഒന്നുകൂടെ ഞെരിച്ചമർത്തിക്കൊണ്ട് അയാളൊന്ന് കുതറി കരയാൻ പോലും അനുവദിക്കാതെ ഉടുമ്പ് പിടിക്കുന്ന പോലെ അള്ളി പിടിച്ചു. മോനെ, നീ നിന്റെ അമറിൽ കേൾക്കുന്നതിനേക്കാൾ എന്നെ ഹാരം കൊള്ളിക്കുന്നത് നിന്റെ ഈ പെടച്ചില. അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ പിടിമുറുക്കി. അവൻ പൊത്തിപ്പിടിച്ചിരിക്കുന്ന അയാളുടെ വായിൽ നിന്ന് വേദന കൊണ്ടുള്ള എന്തൊക്കെയോ മൂളലുകൾ അവന്റെ കാതുകളെ തേടിയെത്തിയതും അവനിൽ വന്യമായ ഒരു ചിരി വിരിഞ്ഞു. അതേ വന്യത അവന്റെ അടുത്ത പ്രവൃത്തിയിൽ നിറഞ്ഞു നിന്നു. അവൻ അയാളുടെ വായ പൊത്തിയിരുന്ന കൈമാറ്റി തലയിൽ പിടിച്ച് വീടിന്റെ ചുമരിലേക്കൊന്ന് ആഞ്ഞിടിച്ചു. ശേഷം കയ്യിൽ ഇടിവള ഊരി അയാളുടെ ചുണ്ടിനിട്ട് 2 കുത്തുകൊടുത്തു. അയാൾ വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞുപോയി. നിന്റെ ഈ പുഴുത്ത കൈ കൊണ്ട് എന്തിനാണ് മാറി നീ അവളെ തൊട്ടത്? അവൻ ചോദിച്ചുകൊണ്ട് അയാളുടെ മറ്റേ കൈയും പിടിച്ച് ഒറ്റ തിരിക്കലിന് ഒടിച്ചു. വേദനയാൽ അയാളുടെ ശബ്ദം അവിടെ കുറച്ചുകൂടി ഉച്ചത്തിൽ മുഴങ്ങി കേട്ടു. അയാളുടെ അലറിയുള്ള കരച്ചിൽ കേട്ടതും അവിടെ ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം വെളിച്ചം തെളിയുകയും വേലിക്കരികിലും മതിലിനരികിലുമായി ഓരോ തലകളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദാമോദര, വെറുതെ എന്റെ വായിൽ വന്ന് ചാടാൻ നിൽക്കരുതെന്ന്.
അപ്പൊ നിനക്ക് എന്റെ അണ്ണാക്കിൽ കയറിയുന്ന എന്നെ പല്ല് പറിക്കണമെന്ന് പറഞ്ഞാ ഞാൻ എന്താടാ ദാമോദര ചെയ്യാ? അവൻ പറഞ്ഞുകൊണ്ട് തന്റെ അടികൊണ്ട് അവശനായി താഴേക്കിരുന്ന് പോയവന്റെ കുടവരയിൽ ഒന്ന് ആഞ്ഞി ചവിട്ടി. ശേഷം തന്നെ കാഴ്ചയെ മറച്ചുകൊണ്ട് മുന്നിലേക്ക് വീണ മുടി ഒന്ന് പുറകിലേക്ക് മാടിയൊതുക്കി താഴെ വീണ് കിടക്കുന്നവന്റെ നെഞ്ചിൽ വലതുകാലം ഉറപ്പിച്ച് നിന്ന് അവന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഈ പരട്ട സ്വഭാവം കൊണ്ട് മേലിൽ അവിടെ ഏഴായാലത്ത് നിന്നെ കണ്ടുപോകരുത്. കണ്ടാ നിന്നെയും നിനക്ക് അച്ചാരം തന്നിറക്കിയ കാവടി കാർന്നവരെയും പട്ടടയിലോട്ട് എടുക്കാൻ പോലും ഒന്നും ബാക്കി വെക്കില്ല ഈ മേഘനാഥൻ. പറഞ്ഞേക്ക് ആ ഊന്നുവടിയോട്. അവൾക്ക് ചുറ്റും ഞാൻ കാവലായി ഉള്ളിടത്തോളം അവളൊരു പോനും വിട്ടുകൊടുക്കില്ലടാ ഈ മേഘൻ. അവൾക്കരികിൽ എത്തണമെങ്കിൽ അതിന് നീയൊക്കെ ആദ്യം എന്നെ മറികടക്കണം. അതിന് ഉശിരുള്ള ഒരു 4 തറവാട്ടിലുണ്ടെങ്കിൽ വരാൻ പറയൂ ആ കാവടി തന്തയോട് ചന്ദ്രമംഗലത്തേക്ക്. അവിടെ വെച്ചാവണ എല്ലാത്തിന്റെ അവസാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഞാനായിട്ട് എതിർക്കില്ല. അവൻ തന്നെ കാലിന് കീഴെ കിടക്കുന്നവന് നേരെ അലറിയതും അയാൾ അവൻ ആവശ്യതയോടെ നോക്കി. അത് കണ്ടതും അവനൊരിക്കൽ കൂടി അയാളുടെ തുറച്ചു നിൽക്കുന്ന വയറിലേക്ക് ആഞ്ഞു ചവിട്ടി. ശേഷം അയാൾ ഒന്ന് എരിച്ചു കളയും ഇതൊന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു മതിലിന് സൈഡിലും വേലിക്കരികളുമായി പതുങ്ങി നിൽക്കുന്ന ഓരോ തലകളെയാണ് കാണുന്നത്. അവനോട് തിരുന്ന മുണ്ട് ഒന്നുകൂടെ മടക്കി കുത്തിക്കൊണ്ട് അവിടെ എവിടെയായി പതുങ്ങി നിൽക്കുന്ന എല്ലാവരെയും നോക്കി പറഞ്ഞു, അതൊന്നും ഇല്ലെന്നേ. SI സാറിന് ഇടിച്ചൊക്കെ തോരം വയ്ക്കാൻ അറിയില്ലാത്രേ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മോശം നമുക്കല്ലേ. അതുകൊണ്ട് രാത്രിക്ക് രാത്രി പുള്ളി അത് പഠിപ്പിച്ചേക്കാന്ന് കരുതി വന്നതാ ഞാൻ. അവൻ കയ്യിൽ ഇടിവളയൊന്ന് മേൽപോട്ട് കയറ്റി വെച്ചുകൊണ്ട് അവരോടൊരു താളത്തിൽ പറഞ്ഞു, ഈ രാത്രി വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ SI സാറിനോട്. സാറ് കേൾക്കണ്ടേ? എന്തായാലും ഈ രാത്രിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചല്ലേ സാറിയേ. അവൻ അവരെ നോക്കി ഭവ്യതയോടെ പറഞ്ഞുകൊണ്ട് അവനെ വണ്ടിയിലേക്ക് എറിഞ്ഞ് അത് ഓടിച്ചു പോയി. ഡാ നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് തിരികെ പോകാൻ പറ്റുന്ന അവസ്ഥയാലോടാ എനിക്ക്. ഇന്ദ്ര ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തുനിന്ന് വീടിനകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. എടാ കോപ്പമാരെ എനിക്കിന്ന് അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറ്റാതായി പോയി. ഇല്ലായിരുന്നെങ്കിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ട് ചാമ്പ്യനെ ഒപ്പിക്കേണ്ട വേലത്തിനെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവരെ കൊടുക്കത്തൊരു സുവിശേഷം പറച്ചില്. നാളെ രാവിലെ തന്നെ ഞാൻ അവിടേക്ക് ഇറങ്ങും. അതിനുള്ളിൽ എല്ലാം ഒതുക്കി കണ്ടം പൂട്ടിയില്ലെങ്കിൽ നിന്റെ ഒക്കെ വെളച്ചിൽ നാളത്തോടെ അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞേക്കാം. അവൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അടഞ്ഞിടുന്ന മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്കായിരുന്നു കാണുന്നത്. കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷം ആൾ നന്നായി പുതപ്പിച്ചു കൊടുക്കുന്ന നീലിയാണ്. പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ടതും ആൾ വേഗേന തിരിഞ്ഞു നോക്കി. ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് അവിടെ ഭിത്തിലായി കണ്ട ഒരു ആണിയിലേക്ക് തൂക്കിയ ശേഷം ആൾക്കരികിലേക്ക് ചൂടുകൾ വെച്ചതും ആൾ അവനെ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കി. അവനത് കാര്യമാക്കാതെ അവൾക്കടുത്തേക്ക് നടന്നു. എന്താ? തനിക്കരികിലായി വന്നിരുന്നവനെ കാണെ അവൾ അവനോട് തിരക്കി. മാറിക്കിടി കോപ്പേ, ഞാൻ കിടക്കട്ടെ. അവൻ പറഞ്ഞു തന്നെയാണോ താൻ കേട്ടെന്ന ഭാഗത്തിൽ അവനെ കണ്ണുമിഴിച്ച് നോക്കി. നിനക്കെന്താ ചെവി കേൾക്കില്ലേ? എനിക്ക് കിടക്കണമെന്ന് അവൻ അവളെ നോക്കി അടുപ്പിച്ച് പറഞ്ഞു. അവളുടെ മിഴിഞ്ഞ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞു വന്നു. എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കാൻ അങ്ങോട്ട് കേറി കിടക്കടി പോത്തെ. അവൻ അവളോട് കടുപ്പിച്ച് പറഞ്ഞു. അവൾ ബോധത്തിലേക്ക് വന്നിരുന്നു. ഞാനെന്തിനാ മാറുന്നത്? പിന്നെ ഞാനെവിടെ കിടക്കണം? നിന്റെ തലയിലോ? അവൻ അവളോട് വീണ്ടും ചൂടായി. ഇവിടെയാണോ? അവളൊന്ന് മിനീരിറക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ അതിനൊരു മറുപടി നൽകാതെ അവളെ പല്ലുകടിച്ചു നോക്കി. അത് കണ്ടതും അവൾ കൂടുതലൊന്നും ചോദിക്കാതെ ഏറിയ ഹൃദയമിടിപ്പോടെ കുഞ്ഞിനരികിലേക്ക് എത്ര ചേർന്ന് കിടക്കാമോ അത്രയും ചേർന്ന് കിടന്നു. അവൻ കിടക്കാനായി കട്ടിലേക്കിരുന്നു. അവളുടെ ഹൃദയം നേരത്തെയിലും ശക്തിയിൽ വിറച്ചു തുടങ്ങി. എന്റെ ദേവി, ഈ സിംഹത്തെ എന്തിനുള്ള പുറപ്പാടാ? അവൾ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും അവൻ അവൾക്കരികിലേക്ക് കിടന്നിരുന്നു. അതുകൂടിയായതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കുഞ്ഞിന്റെ വശത്തേക്ക് ചെരിഞ്ഞിടന്നു. അവർ തമ്മിൽ അധിക അകലൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് വിശാലമായി കിടന്നാൽ അവരുടെ ദേഹങ്ങൾ തമ്മിൽ ഉരസുന്ന ദൂരം മാത്രമാണ് ഇരു ശരീരങ്ങൾ തമ്മിൽ പങ്കിട്ടിരുന്നത്. അവൻ തനിക്കരികിൽ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് തലക്ക് പ്രകോശം ഉണ്ടായിരുന്ന സ്വിച്ചിൽ വിരലമർത്തിയതും ആ മുറിയിൽ തങ്ങിയിരുന്ന വെളിച്ചത്തെ പാടയില്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് ഇരുട്ട് കടന്നുകൂടി. ഇന്ദ്രൻ അവിടെ വശം ചെരിഞ്ഞിടുന്നുകൊണ്ട് തനിക്ക് മുഖം തരാതെ തിരിഞ്ഞെടുക്കുന്നവളെ തന്നെ നോക്കിക്കിടന്നു. അവളുടെ പിന്നീട്ട നീളം മുടി ബെഡിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കണ്ടതും അതിൽ പിടിച്ച് ഒറ്റവലിക്ക് അവളെ തനിക്കരിയിലേക്ക് നീക്കി കിടത്താനാണ് അവന് തോന്നിയത്. ആ തോന്നൽ ശക്തമായതും അവനവരുടെ ആ നീണ്ട മുടിത്തുമ്പ് കയ്യിലേക്ക് എടുത്തു. ശേഷം അതിൽ വിരൽ ചുഴറ്റിക്കൊണ്ട് ഒറ്റവലിക്ക് അവളെ തനിക്കരിയിലേക്ക് നീക്കി കിടത്തി. അവന്റെ ആ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവളുടെ അടഞ്ഞ കണ്ണുകൾ തുറച്ചു വന്നതിനൊപ്പം വേദനയാൽ ഒരു ശബ്ദം കൂടി അവളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു. ആ! അവൾ പിന്തലയിൽ കൈവച്ചുകൊണ്ട് അങ്ങനെ കിടന്നവും തനിക്ക് തൊട്ടുപുറകിൽ നിന്ന് കേട്ട അവന്റെ ശബ്ദം ശരീരത്തെ ആകെ വിറകൊള്ളിച്ചുകൊണ്ട് അവളെ തേടിയെത്തി. കൊച്ചിനെങ്ങനെ ഈച്ച പറ്റി കിടക്കും പോലെ കിടക്കാൻ എനിക്ക് കുഷ്ഠരോഗമൊന്നുമില്ല. നിന്റെ ഈ തുമ്പിക്കൈ എങ്ങാനും കുഞ്ഞിന്റെ മേലെ കിട്ടിയിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയാ രാത്രി കുഞ്ഞിനെയും കൊണ്ട് ഓടാൻ ഇവിടെ അടുത്ത ആശുപത്രിയൊന്നുമില്ല. അവനവളുടെ ചെവിയിൽ പറഞ്ഞിരുത്തുമ്പോൾ അതുവരെ എന്തൊക്കെയോ ഭാവങ്ങളിൽ മുഴുകിയിരുന്നവളുടെ ചുണ്ടുകളൊന്ന് കൂർത്തു വന്നിരുന്നു. അതറിഞ്ഞെന്ന പോലെ അവൾക്ക് അടുത്ത് കിടന്നിരുന്ന എന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. എനിക്ക് അങ്ങനെ ഒരു ശീലമൊന്നുമില്ല.
ആളവനെ തിരിഞ്ഞു നോക്കാതെ ആ കിടപ്പിടുന്നുണ്ട് അവനോട് കെറുവോടെ പറയുമ്പോൾ അവിടെ ഇപ്പോഴും അതേ ശരിയാണ്. ഇതുവരെ ഇല്ലാത്ത പലതും ഇനി മുതൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അപ്പൊ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകളടച്ചും അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പിന്നീട് അങ്ങോട്ട് അവന്റെ ശബ്ദം കേൾക്കാതായതും അവൾ പതി അവനരികിൽ നിന്ന് ഇറങ്ങിയതും അവളുടെ മുടിയൊന്ന് വലിഞ്ഞു. അതറിയാതെ കള്ളം ചെയ്ത് പിടിക്കപ്പെട്ട പോലെ അവൾ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. നിനക്ക് ഒട്ടിക്കിടക്കാൻ അത്ര കൊതിയാണെങ്കിൽ അത്രയും കൊതിയാണോ? അങ്ങനെയാണെങ്കിൽ ഇനി നീ ഒട്ടിക്കിടക്കാൻ പോകുന്നത് എന്റെ നെഞ്ചിലായിരിക്കും. അത് വേണമെങ്കിൽ മര്യാദ കിടന്നുറങ്ങിക്കോ. അവൻ കണ്ണുകൾ തുറക്കാതെ പറഞ്ഞതും അവൾ വേഗം നല്ല കുട്ടിയായി അവനരികിലേക്ക് നീങ്ങിക്കിടന്നിരുന്നു. സിംഹം ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ച് ഉറക്കത്തെ കാത്തി കിടന്നു. തനിക്കരികിൽ കിടക്കുന്നവരുടെ സാമീപ്യം പകർന്നിരുന്ന സന്തോഷത്തിൽ അവനും. രാവിലെ എന്നത്തെയും പോലെ അലാറത്തിനൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ തുറന്നു. രാത്രിയുടെ കാവൽക്കാരെ പോലെ തുറന്നിടുന്ന ജനലിലൂടെ പുലർക്കാലത്തെ നക്ഷത്ര ശോഭ അവളുടെ ചാരിയെത്തി. മുഖത്ത് തഴുകിയ മൃദുവായ വെളിച്ചം വെറുമൊരു കിരണമായിരുന്നില്ല. അത് അവളുടെ ഉലഞ്ഞ മനസ്സിന് പ്രകൃതി നൽകിയ ആശ്വാസമായിരുന്നു. കനൽ വെള്ളിയുടെ ആ സ്പർശനത്തിൽ അവളുടെ ഉള്ളിലെ ഭാരമെല്ലാം പെയ്യാത്ത മഴ പോലെ ശാന്തമായി. അടഞ്ഞ കൺപോളകൾ തുറന്നവൾ ആദ്യം നോക്കിയത് മുന്നിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണ കെട്ടിൽ നിന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രത്തിലേക്കാണ്. അതിലേക്ക് നോക്കി 2 നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കിടക്കി വിട്ട് എഴുന്നേറ്റു. കാലിൽ തറയിൽ കുത്തേണ്ട താമസം, ചാന്ത് മെഴുകിയ തറയിൽ പറ്റിയുന്ന രാത്രി മഴയുടെ തണുപ്പും ഈർപ്പവും അവളുടെ പെരുവിരലിനെയും കാൽപാദത്തിനെയും ഒരുപോലെ ചുംബിച്ചു. ആ ചുംബനം പകർന്ന സുഖത്തിൽ അവളൊന്ന് കുളിർന്ന് വിറച്ചുകൊണ്ട് കൈകൾ കൂട്ടിത്തിരുമ്മി തുറന്നു കിടക്കുന്ന ജാലകത്തിനരികിലേക്ക് നടന്നു. അവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ ആദ്യം നോട്ടമെത്തി നിൽക്കുന്ന ചന്ദ്രമംഗലത്തിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഇന്നലത്തെ മഴ മുറ്റം മുഴുവൻ നനവ് വളർത്തിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നലെ കുട്ടിശങ്കരൻ നിന്നിരുന്നതും ഇപ്പോൾ ശൂന്യമാണ്. അവളുടെ കണ്ണുകൾ അവനായി ചുറ്റുമൊന്ന് പരതി. അവിടെയും അവനെ കാണാതായതും അവനെവിടേക്കോ മാറ്റി കെട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അന്തരീക്ഷം വീണ്ടും ഒരു മഴയെ വരവേൽക്കാനായി സജ്ജമാവുകയാണെന്ന് തോന്നിയതും അവൾ പുലർക്കാല സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന തന്റെ കണ്ണുകളെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള എടുത്ത് കുളിമുറി ലക്ഷ്യം വെച്ച് നടന്നു. ഹോ, ഈ ഇടിയപ്പൊക്കെ ആരാണെന്തോ കണ്ടുപിടിച്ച്. കയ്യിലെ ഇടിയപ്പത്തിന്റെ അച്ചിറക്കുന്നതിൽ രുദ്രൻ പറഞ്ഞു. രാവിലെ തുടങ്ങിയ ഗുസ്തിയാണ്. സാധാരണ ഈ വകയൊക്കെ മേഘനാണ് ചെയ്യാറ്. പക്ഷെ ഇന്നെന്തോ മേഘന മാറ്റി സ്വയം പരീക്ഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് അനിയൻകുട്ടൻ. എന്റെ അമ്മേ, ഈ സാധനം ഇത്രക്ക് പാടായിരുന്നോ? ഈ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ അമ്മയുടെ എല്ലാ ദിവസവും ഇത് മതിയാറ് വാശിടിക്കലായിരുന്നു. അവൻ ആ അച്ഛ താഴെ തട്ടിലേക്ക് വെച്ചുകൊണ്ട് ചുവന്നു വന്ന തന്റെ ഉള്ളം കൈയിലേക്ക് നോക്കി പരിതപിച്ചു. കഴിഞ്ഞില്ലേടാ ഇതുവരെ? കുറെ നേരമായാലും നീ ഇതും പിടിച്ച് നിൽക്കുന്നു. തറവാടുകുളത്തിൽ ഒരു മുങ്ങിക്കുളി പാസ്സായിക്കൊണ്ട് അടുക്കളപ്പുറത്തോട് അകത്തേക്ക് കയറിയവൻ തന്റെ അനിയനെ നോക്കി ചോദിച്ചു. ഒരു കാവ്യമുണ്ട് മാത്രമാണ് അവന്റെ വേഷം. നെഞ്ചിലെ നനവിനൊപ്പം പറ്റിക്കിടക്കുന്ന ആ കെട്ടുപിരിയം മാലയും അതിന്റെ അറ്റത്ത് തൂങ്ങിയാടുന്ന പലതരത്തിലുള്ള ഏലസുകൾ, അതിന് മറക്കും വിധം അവന്റെ തോളിലൂടെ ഒരാവരണം പോലെ കിടക്കുന്ന തോർത്ത്, അതിന്റെ ഒരറ്റം കൊണ്ട് തല തോർത്തുന്നതിനിടയിലാണ് അവന്റെ സംസാരം. എന്താ? ആര് കണ്ടാലും പാവം തോന്നിപ്പിക്കുന്ന മുഖഭാവം ഫിറ്റ് ചെയ്ത് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടത് മേഘന അവനോട് തിരക്കി. അത് പിന്നെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഏട്ടാ. ദേ ഇരിക്കുന്നു, ഏട്ടൻ തന്നെ ചെയ്തോ. അവൻ ചുണ്ടുകളിക്ക് പറഞ്ഞ മേഘന അതിനെ ചുണ്ടുകൂട്ടി ചിരിച്ചു. അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, സത്യത്തിൽ നിന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും പണിയുടെ ഉണ്ടോ? അവൻ തോളിക്കിടന്ന് തോർത്ത് അടുക്കളപ്പുറത്ത് അയിലേക്ക് വിരിച്ചിട്ടുണ്ട്. അവൻ നോക്കി ചോദിച്ചു. ഏട്ടാ! രുദ്രൻ അവന് നോക്കി കടുപ്പത്തിൽ വിളിച്ചു. പിന്നല്ലാണ്ട് ഇവിടുത്തെ എല്ലാ പണിയും അവൻ അയിത്തമാ. നിലം തുടക്കാൻ അയിത്തം, തുണി അലക്കാൻ അയിത്തം, പാചകം ചെയ്യാൻ അയിത്തം. അങ്ങനെ വേണ്ട, സർവ്വതിനോടും നിനക്ക് അയിത്തം. ഇനി ദേഹം അനങ്ങുന്നതാണോ എന്റെ അനിയന്റെ പ്രശ്നം എന്ന് കരുതി നിന്റെ കൂടെ ഫിനാൻസിലേക്കോ മില്ലിലേക്കോ വരാൻ പറഞ്ഞാലോ അതിനും അയിത്തം. അവൻ തനിക്ക് മുന്നിൽ ഇതൊന്നും തന്നോടല്ല പറയുന്നെന്ന ഭാഗത്തിൽ നിൽക്കുന്നവൻ നോക്കി പറഞ്ഞു. സത്യത്തിൽ നിന്നെ ഇവിടെ ഇങ്ങനെ കയറൂരി വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ പിടിച്ചെവിടിയാൽ എറണാകുളത്തേക്ക് പണ്ടേ നാട് കടത്തണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല, അതെന്റെ തെറ്റ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.